ചേട്ടാ ഒരു കാര്യം പറഞ്ഞുതരാം. ഇതുകൂടി തോറ്റ് കഴിഞ്ഞാല് വൈകുന്നേരത്തെ ഫുള്ളിന്റെ പൈസ റെഡിയാക്കാം. കറക്റ്റാണ്. തോറ്റിട്ടുണ്ട് ഇല്ലാന്ന് പറയട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇടില്ല. നമുക്കിത് സ്റ്റാർട്ടിങ് ഒന്നും കൂടെ കളിക്കാം. ആദ്യം എൻ്റെ മൈൻഡ് വിട്ടു ഇനി. അപ്പോൾ കറക്റ്റായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. മൈൻഡ് വിട്ടു. എന്റെ മൈൻഡ് റെഡിയാ. ചേട്ടാ ഇവിടെ ഒരു 10-15 കിലോ പേപ്പർ ഉണ്ട്, ന്യൂസ് പേപ്പർ. പിന്നെ കുറച്ച് ലൈബ്രറി പുസ്തകം ഉണ്ട്. പഴയതായാലും കുഴപ്പമില്ല. തൂക്കി വിറ്റാലും കുറച്ച് പൈസ കിട്ടും. ഇനി ഒരു ആപ്പോണിച്ചു നീ അടുത്ത് ചേട്ടാ വെറുതെ ഇതാ മര്യാദ പണിക്കും എന്നെ കുട്ടി ഇവിടെ കുത്തിരിപ്പിക്കുകയും ചെയ്തിട്ട് വൈകുന്നേരത്തെ ഫുള്ളിന്റെ പൈസയും കന്നായി. കളിച്ചങ്ങള് തമാശ കളിക്കാണ്ട്. ഇവിടെ പുസ്തകമൊന്നും ഇല്ല, ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട്. അല്ല നിങ്ങൾ എന്ത് പരിപാടി ചെയ്യുന്നത്? ഈടോ ഇതൊരു വായനശാലയല്ലേ? അതെ. ഇവിടെ എന്നിട്ടാണോ ചീട്ട് കളിക്കുന്നത്? അതെന്താന്നാ അല്ല കളിക്കട്ടെ. അതെ, നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞാല് പോലീസുകാർ വന്ന് പൊക്കി കൊണ്ടുപോകും. ഉണ്ണിയേട്ടൻ പറഞ്ഞതല്ല നമ്മളങ്ങനെ കളിക്കാറില്ല. സാറേ സാംസ്കാരിക പരിപാടി പറഞ്ഞ കൂട്ടായ്മയാണല്ലോ. ഇതൊരു കൂട്ടായ്മയാണ് സാർ. അതെ, ഈ കൂട്ടായ്മ നിങ്ങൾ പുറത്ത് വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ചെയ്തോ, പക്ഷെ ഇവിടെ ചെയ്യാൻ പാടില്ല. തോപ്പിയക്കൂരി ആ കിരീടൊക്കെ തോറ്റാലും ജയിച്ചാലും ഈ വക പരിപാടി ഒന്നും ഇവിടെ വേണ്ട കേട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ വന്നത് എന്താണെന്ന് അറിയാവോ? ഞാൻ നിങ്ങളൊക്കെ തേടി ഇറങ്ങിയതാണ്. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഈ വായനശാല ഒന്ന് ഗംഭീരാക്കണം. അതിന്റെ ആവശ്യമുണ്ട്. അല്ല, അതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഇവിടെ പുസ്തകങ്ങൾ വേണ്ട രീതിയിലില്ല. കൊണ്ടുപോയി കഴിഞ്ഞ ആളുകൾ തിരിച്ചു കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് നല്ല രീതിയിലല്ല ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു പോകണം. കൃത്യമായിട്ട് അത് കൊടുക്കാൻ ആള് വേണം. അതെ, നിനക്ക് ഒരു ചില്ലറ പൈസ ഇന്ന് കിട്ടുന്നുണ്ട്, ഇല്ലാണ്ടാക്കും. നിനക്ക് വേറെ പണി ഉണ്ടല്ലോ, അതുണ്ട്. നീ ആ പണി ചെയ്താൽ മതി. അതാണ് നിന്റെ പണി. നീ നമ്മുടെ കൂടെ നിൽക്കണം കേട്ടാ. പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ പോയിട്ട് കാണണം. അപ്പൊ അതിനെല്ലാവരും എന്റെ ഒപ്പം വേണം കേട്ടാ. പിന്നെ നീ നമ്മുടെ സൂടായിട്ടന്റെ മോനല്ലേ? ഇവിടെ വന്നിട്ട് ചീട്ട് കളിക്കാണ്. ശരിയാ പാടില്ല, മോശമാണ് കേട്ടാ. രണ്ടും കൽപ്പിച്ചിറങ്ങി തന്നെ. പിന്നെന്താ, നമുക്ക് ഇത് മൊത്തത്തിൽ ഒന്നും നന്നാക്കാൻ. ഇവിടെ ആകെ ചീഞ്ഞ് കിടക്കുകയാണ്. അല്ലാതെ പിന്നെ വൈകുന്നേരത്തെ കാര്യം ഇയാൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? റിട്ടയർമെന്റ് ആണ്. മര്യാദക്ക് ഇരിക്കുന്നതും ഉറങ്ങുന്നതും കിടക്കുന്നതൊക്കെ സാറാ ഒരു സമാധാനമായിരുന്നു. അതില്ലാണ്ട എന്ത് ചെയ്യണ്ട്? കള്ളൻ കള്ളൻ അവൻ എങ്ങോട്ടാ ഓടിയെന്നറിയില്ലോ. എന്തായാലും അവൻ നമുക്ക് പിടിക്കണം. അവൻ ചിലപ്പോ ഇങ്ങോട്ടായിരിക്കും പോയേക്കണേ. നാട്ടുകാരെ കള്ളൻ കള്ളൻ പിടിച്ചു. അവൻ എങ്ങോട്ട് ഓടിയെന്നറിയില്ല. നാട്ടുകാരെ കള്ളനോട്ട് കള്ളൻ. ആള് എന്താ സാറേ? എന്താ ഒരു ബഹളം ഒച്ചപ്പാടും കേട്ട് കള്ളൻ കള്ളനെന്ന് ആൾക്കാര് പുറകിലോടിയാണ് സാറേ. ആകെ തൊണ്ടി എന്തെടുത്തുണ്ട് സാറേ. അത് ഒരു ഉരുളിയാണ്. ഇതെടുത്തിന്റെ പിന്നെ 4-5 ആൾക്കാരുടെ പിന്നില് ഓട്ടോ ഓടിയിരുന്നു. ഉമ്മാർക്കൊന്നും വേറൊരു പണിയില്ലല്ലോ. അല്ലെങ്കിൽ സ്വർണ്ണം എന്നുള്ളത് ഞാൻ മോട്ടിച്ചത് ഒരു ഉരുളിയല്ലേ. ഇതിപ്പോ കണ്ടവന്മാരുടെ മുതൽ കേട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാറിയിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ ഒരു ശാപമാണ്. ഉറപ്പാണ്. ഞാനീ പണിക്ക് നിർത്താൻ പോകും സാറേ. വേറെ എന്തെങ്കിലും പണിക്കോണം. ഞാനൊരു കാര്യം പറയാം. എന്ത്? ഈ പരിപാടി നിർത്തരുത്. അയ്യപ്പ മോഷണം തുടരണം. എന്തിട്ട് സാറി പറഞ്ഞേ? പക്ഷെ അത് ഇങ്ങനെ ഇമാരത്തെ ഉരുളി മറ്റേ വാർപ്പ് ഇതൊന്നും മോഷ്ടിച്ചല്ല. മോഷണത്തിന്റെ രീതി മാറ്റി ഒന്ന് ഹൈടെക് ആക്കണം. ഞാൻ എന്റെ ഭാര്യ പറഞ്ഞത് നിർത്തിയാൽ ഇനി അവളെന്റെ കൂടെ ജീവിക്കുള്ളൂ എന്നൊക്കെയാ. അത് ഈ മോഷണം എന്ന കലയെ കുറിച്ച് അറിഞ്ഞിടാത്തോണ്ട് ഭാര്യ പറയണതാ. അയ്യപ്പിന്റെ മോഷണത്തിന്റെ രീതികളൊന്ന് മാറ്റണം. അയ്യപ്പ ഇങ്ങനെ ചെറിയ മോഷണമായിട്ട് സാറിങ്ങനെ സോപ്പിട്ട് വർത്താനം പറഞ്ഞിട്ട് പോലീസിനെ വിളിക്കാനുള്ള പരിപാടിയാണല്ലേ എന്റെ അയ്യപ്പൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് എപ്പോഴും വിളിച്ചൂടെ? അതെ,
ഞാൻ പറയണത് ഐപ്പ് ഇനി മോഷ്ടിക്കേണ്ടത് വലിയ വലിയ പോലീസുകാരുടെ വീട്ടിൽ, മന്ത്രിമാരുടെ വീട്ടിൽ, സമൂഹത്തിൽ നല്ല നിലയിൽ നിൽക്കുന്ന ആൾക്കാരുടെ വലിയ വലിയ വീട് അവിടെ കയറി മോഷ്ടിക്കണം. റിസ്ക് ഉള്ള പരിപാടി കേട്ടാ. എന്ത് റിസ്ക്? അത് റിസ്ക് എടുക്കണ്ടേ? ഒരു ജോലിയുമായി റിസ്ക് എടുക്കണ്ടേ? അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇത്രയും നാളായിട്ട് ഐപ്പ് എത്ര മോഷണം നടത്തിയിട്ടുണ്ടാവും? ഞാനങ്ങനെ കൃത്യമായിട്ട് കണക്കൊന്നും വെച്ചില്ല. എന്നാലും ഒരു 84 ഉണ്ടാവും. 84. നമുക്കൊരു 100 വെക്കാം. 100 84 ഉള്ളൂ. 84 ഇപ്പോൾ 16 മോഷണത്തിന്റെ കാര്യം, ഒരു 2.5 ആഴ്ചയുടെ കാര്യം, അപ്പൊ 100 ആയില്ലേ? 100 മോഷണം. അപ്പൊ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഈ മോഷണങ്ങൾ നടത്തി. അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്തെങ്കിലും നല്ല അനുഭവങ്ങളുണ്ടോ രസമുള്ള? ഒരുപാടുണ്ട്. ഇവിടെ ഈ മാന്യമാരായിട്ടൊക്കെ ജീവിക്കണ ചില ആൾക്കാരെ, അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. പറയ്, കാര്യം തുറന്ന് പറയും. ഇവിടെ ഒരു ഹൈക്കോടതി വക്കീലുണ്ടല്ലോ. ഹൈക്കോടതി വക്കീലിന്റെ വീട്ടിൽ ഞാൻ കക്കാൻ വരുന്നു. വക്കീല് ഇവിടെ ഇല്ല, ദൂരെ എവിടെയാണെന്നാണ് ഞാൻ പോയേ. അവിടെ ചെന്നപ്പം ഭാര്യയുടെ കിടപ്പറയിൽ വേറെ ഭർത്താവുണ്ട്. അയാളല്ല, വക്കീലല്ല. ഇതാണ് വേണ്ടത്, ഈ സാധനമാണ് എനിക്ക് വേണ്ടത്. ഇമാതിരിയുള്ള അനുഭവങ്ങളാണ് എനിക്ക് വേണ്ടത്. അതെ, ഞാൻ തീരുമാനിച്ചു ഐപ്പിന്റെ മോഷണ കഥകളെല്ലാം കൂടി ഞാനൊരു പുസ്തകമാക്കാൻ തീരുമാനിച്ചു. പുസ്തകമാക്കാനാ? എന്നിട്ട് വേണം തെളിവ് പോലീസ് വന്ന് ഐപ്പ് മണ്ടത്തരം പറയല്ലേ. ഐപ്പ് ഈ കഥകളെല്ലാം പറഞ്ഞു തരുന്നു. നമ്മളത് പുസ്തകമാക്കി ഇറക്കി കഴിഞ്ഞാല് അതിന് ഞാൻ പേരും കണ്ടുവച്ചിട്ടുണ്ട്. കള്ളന്റെ കുമ്പസാരം. രചന ഐപ്പ്. എന്താ മുഴുവൻ പേര്? മൊന്തൈപ്പ്. മൊന്തൈപ്പാ? എന്താ സംഭവം? അല്ല, ഞാൻ ആദ്യം മോട്ടിച്ചത് മൊന്തി, അതുകൊണ്ട് നാട്ടുകാരൊക്കെ മൊന്തൈപ്പ്. ആ പേര് വേണ്ട. എന്താ വീട്ടുപേര് അല്ലെങ്കിൽ അച്ഛന്റെ പേര്? അത് പറയും. മൊന്തൈസക്ക് ആയിക്കോട്ടെ. അപ്പന്റെ പേര് ഐസക്. അപ്പോ രചന ഐപ്പ് ഐസക്. ഈ പുസ്തകം ഉണ്ടല്ലോ, ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരാണ്? നിങ്ങൾ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ, എഴുത്തുകാരൻ, സമൂഹത്തിൽ വില നിലയുള്ള ആള്. പിന്നെ നിങ്ങളെ തേടി അവാർഡുകളായി, ആദരവായി, ഉദ്ഘാടനങ്ങളായി പോലീസുകാരൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും, ഒരു എഴുത്തുകാരുടെ മുമ്പിൽ. അല്ല, അപ്പൊ പിന്നെ എനിക്ക് മോഷ്ടിക്കാൻ പറ്റില്ലേ? മോഷ്ടിക്കാം. രാവിലെ പുസ്തകങ്ങൾ വിൽക്കാം, വൈകിട്ട് മോഷ്ടിക്കാം. അല്ല, സാറ് പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ പ്രാവർത്തിയാവോ? അതെല്ലാം ഞാൻ ആക്കി തരും. പിടിച്ചതുപോലെ തന്നെ കള്ളന്റെ കുമ്പസാരം. ഇത് പൊളിക്കും. നമസ്കാരം. ഞാൻ 2-3 ദിവസമായിട്ട് സാറിനെ അന്വേഷിച്ച് നടക്കാനാണ്. സാറിന്റെ വീട്ടിൽ വന്നു, അപ്പൊ ഗേറ്റ് പൂട്ടിയിരുന്നു. പേര് മന്മഥൻ പബ്ലിക്കേഷൻസ്, അതിന്റെ പ്രൊപ്പറേറ്റർ. മറ്റേ മഞ്ഞ സാർ, അത് ഈ അസൂയക്കാർ പറയുന്നതാണ്. നമ്മൾ എഴുതുന്ന പുസ്തകങ്ങളിലെല്ലാം ഉണ്ടല്ലോ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയും. അത് ഇഷ്ടപ്പെടാത്തവര് മഞ്ഞ, കറുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. എനിക്ക് സാറിന്റെ ഒരു ചെറിയ ഹെൽപ്പ് വേണം. അയ്യോ, ഞാൻ അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണല്ലോ. ഞാൻ അതിലേറെ അത്യാവശ്യത്തിൽ നിൽക്കുകയാണ്. സാറിന് എനിക്ക് ഒരു ഫോൺ നമ്പർ തന്നിട്ട് സാറ് പോവാം. ശരി. അല്ല, സാറിന്റെ നമ്പർ അല്ല, പിന്നെ സാറുമായിട്ട് ബന്ധപ്പെട്ട ആളുടെ നമ്പറാണ്. അതാരുടെ? സാറ് ജയിലിലായിരുന്നല്ലോ. ജയിലിലായിരുന്നു, പക്ഷെ ഞാൻ ജയിലറായിരുന്നു. സാർ നല്ല നർമ്മം പറയുന്നുണ്ട്, എഴുതാൻ പറ്റും കേട്ടോ. സാർ, അപ്പൊ ഈ സാറ് സർവീസിലിരുന്ന സമയത്ത് ഒരു 6 പേരെ തലക്കടിച്ചു കൊന്ന ഒരു റിപ്പർ പപ്പൻ സാർ ആ സമയത്തായിരുന്നു. ആ പപ്പന്റെ നമ്പർ ഒന്ന് വേണമായിരുന്നു എനിക്ക്. അല്ല, എന്തിനാ പപ്പന്റെ നമ്പര്? ഒരു പുസ്തകം എഴുതിപ്പിക്കാനാ സാർ. അയാൾ എഴുത്തുകാരനല്ലല്ലോ. അല്ല, പക്ഷെ അയാളെ കൊണ്ട് ഞാൻ എഴുതിക്കും. അതാണ് എൻ്റെ രീതി. അനുഭവങ്ങൾ കിടക്കയില്ലേ? 6 പേരെ തലക്കടിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിൽ പോലെ അനുഭവമുള്ള വേറെ ആരുണ്ട്? അപ്പൊ ഈ 6 കഥകളും 6 അധ്യായങ്ങളാക്കിയിട്ട് പ്രസിദ്ധീകരിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അതിപ്പോൾ വെറുതെ ഇരിക്കുകയാണ് അവശനായിട്ട്. അപ്പോൾ ഇപ്പോഴാകുമ്പോൾ എഴുതി തരുകയും ചെയ്യും. ഇനി അഥവാ അയാൾ എഴുതിയില്ലെങ്കിലും ഞാൻ എഴുതി കൊടുക്കും. പറഞ്ഞു തന്നാൽ മതി ഇരിക്കുക. അപ്പം നമ്പർ ഒന്ന് തന്നാൽ. ഞാൻ നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു 2-3 പുസ്തകങ്ങൾ വായിച്ചു. അയ്യോ, എനിക്ക് വയ്യ സാറ്. ഇല്ല, മുഴുവൻ വായിക്കാൻ പറ്റിയില്ല. അയ്യോ സാറ്, സമയം എടുത്തിട്ട് സമാധാനമായിട്ട് വായിച്ചാൽ മതി. അത് വായിക്കാൻ കൊള്ളൂല്ല മന്മഥ, അത്ര ബോറാണ്. ഞാൻ അത്യാവശ്യമൊക്കെ ഈ അസഭ്യ വാക്കുകൾ മറ്റേ സർവീസിലിരുന്ന കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ആളാ. പക്ഷേ അതിനകത്ത് നിങ്ങൾ എഴുതി പിടിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ പറഞ്ഞിട്ടില്ല. അതെല്ലാം നമുക്ക് പറഞ്ഞില്ലേ, പച്ചയായ അനുഭവങ്ങളാണ് ഓരോരുത്തരുടെ. അതുപോലെയുള്ള പച്ചയായിട്ടുള്ള അനുഭവങ്ങൾ എഴുതരുത്, അത് വളരെ ബോറാണ്. നിങ്ങൾ എന്തിനാണ് ഈ കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും കൊള്ളക്കാരുടെയും ഒക്കെ പിന്നെ ആത്മകഥകളൊക്കെ എഴുതിയിട്ട്, അതും തോന്നിയ പോലെ എഴുതിയിട്ട് നിങ്ങൾ ആളുകൾക്ക് വായിക്കാൻ കൊടുക്കുന്നത് എന്തിനാണ്?
നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സമൂഹത്തെ മുഴുവൻ ദൂഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കണം. ഇവിടെ നല്ല നല്ല എഴുത്തുകാരുണ്ട്, നല്ല സാഹിത്യകൃതികളുണ്ട്, ആളുകൾ അതൊക്കെയാണ് വായിക്കേണ്ടത്, അല്ലേ? സാർ ഞാൻ പറയുന്നത് അധിക പ്രസംഗമായിട്ട് സാർ എടുക്കരുത്. സാർ നല്ല പുസ്തകങ്ങളും നല്ല എഴുത്തുകാരും നല്ല പ്രസിദ്ധീകരണങ്ങളും ഇഷ്ടംപോലെ ഉണ്ട്. അതൊന്നും വായിച്ചിട്ട് ഒരു മനുഷ്യനും നന്നായതായിട്ട് എനിക്കറിയില്ല. ആര് പറഞ്ഞു നന്നായിട്ടില്ല? ഒരുപാട് ആളുകൾ നന്നായിട്ട്, നിങ്ങളത് കാണുന്നില്ല, അതാണ് പ്രശ്നം. സാർ മാത്രമല്ല, നമ്മുടെ ആളുകളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് വായിക്കാൻ അവർക്ക് താല്പര്യം പിടിച്ചുപറിക്കാരൻ്റെയും ഈ ബലാത്സംഗ വീരൻ്റെയും പെൺവാണിവക്കാരൻ്റെയും പിന്നെ ഈ പറഞ്ഞമാതിരി അപ്പുറത്തെ ഇപ്പുറത്തെ ഒളിഞ്ഞു നോട്ടം, പ്രണയം, ഇതൊക്കെയാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഭാഷ ചിലപ്പോൾ ആ ലെവലിലേക്ക് ഇങ്ങ് പോകും. ഇല്ല, അങ്ങനെ അഴുക്കാവരുത്, സ്വയം അങ്ങനെ അഴുക്കാവരുത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ആളുകൾ നല്ല രീതിയിൽ വായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ആളുകൾ നല്ല രീതിയിൽ വായിക്കട്ടെ. ഈ വില കുറഞ്ഞ രീതിയിലുള്ള സംഗതികൾ എഴുതി കൂട്ടിയിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ സൊസൈറ്റീനെ നശിപ്പിക്കരുത്. എൻ്റെ റിക്വസ്റ്റാണ്. അതുകൊണ്ട് പപ്പൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ശരി. സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു സാറ് പറഞ്ഞപ്പോൾ തന്നെ. സമൂഹത്തിന് ഗുണമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാ വെറുതെ ചെയ്ത സമയങ്ങൾ ചെയ്യരുത്. അപ്പൊ അതുകൊണ്ട് ഈ സമൂഹത്തിന് നന്മയുള്ള ഒരു കാര്യത്തിന് സാറ് എൻ്റെ കൂടെ ഒന്ന് നിൽക്കുമോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? 100%. അപ്പോൾ സാറ് ഇപ്പം ഏതാണ്ട് ഒരു കുറേ വർഷത്തെ സർവീസ് ഉണ്ടല്ലോ ജയിലറായിട്ട്. അപ്പോൾ ജയിലിൽ ഒരുപാട് വ്യക്തികൾ ഈ പറഞ്ഞ മാതിരി പിടിച്ചുപറിക്കാർ, കള്ളന്മാർ, കൊള്ളക്കാർ, വാണിവക്കാർ, പീഡനക്കാർ, ഇവരെയൊക്കെ അവിടെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരുടെയൊക്കെ അനുഭവ കഥകൾ അറിയാം. പിന്നെ മാത്രമല്ല, സാറ് ഡിപ്പാർട്ട്മെന്റിൽ കൂടെ വർക്ക് ചെയ്തവരുടെ അതിനകത്തുള്ള കുതികാൽ വെട്ടും അതൊക്കെ സാറിന് അറിയാം. കാര്യം പറ. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് സാറിൻ്റെ ഒരു അനുഭവ കഥ എഴുതി എനിക്ക് തരണം. അതിന് ഞാനൊരു നല്ല പേരും കണ്ടുവച്ചിട്ടുണ്ട്, ഇരുമ്പഴിക്കുള്ളിലെ ഗോതമ്പുണ്ടകൾ. നല്ലതായിരിക്കും സാർ. പബ്ലിഷ് ചെയ്താൽ ആൾക്കാർക്ക് വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. അയ്യോ, അതെ, ഞാൻ ഇത്ര നേരം നിന്നോട് വായിട്ടാൽ ഒന്നും നിനക്ക് മനസ്സിലായില്ല. തന്റെ തലയ്ക്കകത്ത് എന്താണ് കുതിരച്ചാണകോ? ഈ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. ഈ മേലാരോട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ